ഹലോ നമസ്കാരം. വീക്കിലി സ്വിംഗ് ട്രേഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് മീ അർജുൻ. വെൽക്കം ബാക്ക് ടു സ്റ്റോക്ക് മാർക്കറ്റ് കേരള. എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ വീക്ക്? ഇലക്ഷൻ്റെ വോളറ്റൈൽ മൂവ്മെന്റ്സ് ഒക്കെ കഴിഞ്ഞിട്ട് അത്യാവശ്യം മാർക്കറ്റ് തിരിച്ച് ഓൾ ടൈം ഹൈയിലേക്ക് തിരിച്ചെത്തി. അതേപോലെ തന്നെ മാർക്കറ്റ് എറേസ് ചെയ്തിട്ടുള്ള ഗെയിൻസ് എല്ലാം തിരിച്ചെത്തി. പക്ഷേ ഇവിടെ നിന്ന് റിവേഴ്സൽ ആണോ അതോ ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണോ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുക. നിഫ്റ്റി ആ ഓൾ ടൈം ഹൈനെ ബീറ്റ് ചെയ്തിട്ട് നല്ല രീതിയിലൊരു റാലി ഒന്നും തരാൻ പറ്റുന്നില്ല. ഈ ഒരു സിറ്റുവേഷനിൽ മാർക്കറ്റിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് ചെറിയ രീതിയിലുള്ള പാനിക് ഉണ്ട്. ഇവിടുന്ന് ഒരു ട്രെൻഡ് റിവേഴ്സൽ അതല്ലെങ്കിൽ മാർക്കറ്റിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഇത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വീക്കിലുണ്ടായിരുന്ന അതായത് നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലാസ്റ്റ് വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള സ്റ്റോക്കിൽ ഏറ്റവും ആദ്യത്തെ നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് പെന്നാർ ഇൻഡസ്ട്രീസ് ആണ്. പെന്നാറിൻ്റെ ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ബ്രേക്ക് ഔട്ടിന് ശേഷമാണ് നമ്മൾ സ്റ്റോക്ക് പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ സ്റ്റോക്ക് പിക്ക് ചെയ്തതിന് ശേഷം ഏകദേശം സ്റ്റോക്ക് ആ ഒരു ബ്രേക്ക് ഔട്ട് ക്യാൻഡലിന് എബോവ് വന്നിട്ടൊരു 10% മുകളിൽ റാലി ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ ഏകദേശം ഈ ഒരു ലെവലിലേക്ക് തന്നെ തിരിച്ച് റീടെസ്റ്റ് നടത്തുന്ന പോലെ, അതായത് റീടെസ്റ്റ് എന്ന് പറയാൻ കഴിയില്ല, ഏകദേശം ഒരു സ്ട്രക്ചറൽ ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഒരു ലോ വരുന്നു. അതായത് ആളുകൾ പ്രോഫിറ്റ് ചെറിയ രീതിയിൽ ബുക്ക് ചെയ്യുന്നുണ്ട്, അത്രയും മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു സോണ് വാലിഡ് ആണ്. എഗെയിൻ ഈ ഒരു സോണിലേക്ക് വന്ന് തിരിച്ചു പോകാം, അല്ലെങ്കിൽ ഈ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തു പോകാം. എനിവേ 10% വരെയൊക്കെ സ്റ്റോക്ക് മൂവ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മളെ സേഫ്റ്റി അല്ലെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോ സേഫ് ആക്കണമെന്നുണ്ടെങ്കിൽ ഹാഫൊക്കെ ബുക്ക് ചെയ്തിട്ട് ഫർദർ റൺ ചെയ്താൽ മതി. ഒരു ഫ്രഷ് എൻട്രിയാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഈ സോണിൽ വന്നിട്ട് ഇവിടുന്ന് ഒരു പോസിറ്റീവ് ക്യാൻഡിൽ വരട്ടെ, അതല്ലെങ്കിൽ മാർക്കറ്റ് അത് റീടെസ്റ്റ് പ്രോപ്പർ റീടെസ്റ്റ് എടുക്കട്ടെ, അതിനുശേഷം ഫ്രഷ് എൻട്രി കൺസിഡർ ചെയ്താൽ മതി. ഓൾറെഡി എൻട്രി ചെയ്തവരാണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ഹാഫ് ബുക്ക് ചെയ്തിട്ട് റൺ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാതെ തന്നെ നമുക്കിത് റൺ ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത്. എക്സിറ്റ് ഒന്നും ചെയ്യേണ്ട സ്ഥിതിയിലൊന്നുമല്ല സ്റ്റോക്ക് ഉള്ളത്. ഓൾറെഡി നമുക്ക് നല്ല രീതിയിൽ തന്നെ ട്രെൻഡ്, അതായത് ഒരു ട്രെൻഡിലേക്ക് ഷിഫ്റ്റ് ആവുന്ന സ്ട്രക്ചറാണ് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്രയും മനസ്സിലാക്കിയാൽ മതി. നമുക്കിത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനിലാണുള്ളത്. നെക്സ്റ്റ് ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് LT ഫുഡ്സ് ആയിരുന്നു. ഏകദേശം സെയിം കണ്ടീഷൻ തന്നെയാണ് LTയിലും വരുന്നത്. നല്ലൊരു ബ്രേക്ക് ഔട്ട്, വോളിയത്തിലുള്ളൊരു നല്ലൊരു ബ്രേക്ക് ഔട്ട് ആ 230-234 എന്ന് പറയുന്ന റേഞ്ചിനെ കട്ട് ചെയ്തതിന് ശേഷം സ്റ്റോക്ക് എന്ത് ചെയ്യുന്നില്ല, പിന്നെ തിരിച്ച് ആ ലെവലിലേക്ക് റീടെസ്റ്റിന് വരുന്നില്ല. അവിടെ നിന്ന് തന്നെ സ്റ്റോക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 9% മുകളിൽ ലാസ്റ്റത്തെ 2 ദിവസം എന്ന് പറയുന്നത്, അതായത് ഫ്രൈഡേ ക്ലോസിങ്ങും തേഴ്സ്ഡേ ക്ലോസിങ്ങും അത്യാവശ്യം നല്ല രീതിയിൽ ആ 2 ദിവസം കൊണ്ട് തന്നെ 9% മുകളിൽ സ്റ്റോക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് എക്സൈഡ് ആണ്. എക്സൈഡ് അഗെയിൻ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഏകദേശം ഒരു ബ്രേക്ക് ഔട്ട് നടന്നു. ബ്രേക്ക് ഔട്ടിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയ രീതിയിലൊരു റീടെസ്റ്റ്, ഈ ഒരു ചെറിയ രീതിയിലൊരു റീടെസ്റ്റ് തന്നു. റീടെസ്റ്റ് തന്നതിന് ശേഷം സ്റ്റോക്ക് എന്ത് ചെയ്യുന്നു, എഗെയിൻ ഒരു ഹൈ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലെവലിലേക്ക് വന്നിട്ട് ഇനിയും തിരിച്ചു പോകാനുള്ള ചാൻസ് തന്നെ കാണുന്നത്. ട്രെൻഡ് തന്നെയാണ് സ്റ്റോക്കിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് ഒരു ട്രെൻഡിങ് മൂവ് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഈ ഒരു സ്റ്റോക്കിൽ എൻട്രി ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ഹോൾഡ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് അതാത് പൊസിഷനിൽ തന്നെ കീപ്പ് ചെയ്യാം. അതിലൊന്നും അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു പൊസിഷൻ റൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നിൽക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് അശോക ബിൽക്കോൺ. അശോകയുടെ കേസും അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞതിന് ശേഷം സ്റ്റോക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ബ്രേക്ക് ഔട്ടിന് ശേഷം ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ്, ഏറ്റവും ലോ വന്നിട്ടുള്ളത് 213.75 ആ ലെവലൊക്കെയാണ്. അതിനുശേഷം സ്റ്റോക്ക് എന്ത് ചെയ്യുന്നുണ്ട്, 230 വരെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 7% മൂവ് അശോക ബിൽക്കോണിൽ നടന്നിട്ടുണ്ട്. ഇവിടെയും പുതിയൊരു ഹൈ ബ്രേക്ക് ചെയ്ത് പോകാൻ സാധിക്കുന്നില്ല. ചിലപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് ഡിമാൻഡ് അഗെയിൻ പിക്ക് ചെയ്തതിന് ശേഷമായിരിക്കും ട്രെൻഡ് കണ്ടിന്യൂഷൻ നടക്കുന്നത്. ഇനി ഒരു ഫർദർ പ്രോപ്പർ മൂവ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ 230 എന്ന് പറയുന്ന ഒരു ഏരിയ ബ്രേക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പം നെക്സ്റ്റ് ഒരു സ്റ്റോക്ക് അവന്തി ഫീഡ്സ്. അവന്തി ഫീഡ്സിൽ അത്യാവശ്യം നല്ല രീതിയിൽ ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രൈസ് ഇപ്പോൾ ലാസ്റ്റത്തെ ഒരു 3-4 ദിവസമായിട്ട് പ്രൈസ് എന്ത് ചെയ്യുന്നുണ്ട്, ആ ബ്രേക്ക് ഔട്ട് ലെവലിലേക്ക് ടെസ്റ്റ് ചെയ്യാൻ വരുന്നത് പോലെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലെവലിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രഷ് എൻട്രി കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, ഒരു 1 hour 2 hour ക്യാൻഡിൽസ് ഒക്കെ ഇവിടെ സസ്റ്റെയിൻ ചെയ്യണം. ഈ ഒരു ലെവലിൽ ഒരു പോസിറ്റീവ് ക്യാൻഡിൽ ക്ലോസിങ്ങോ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു റിജക്ഷൻ ക്യാൻഡിലൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് എഗെയിൻ സ്റ്റോക്ക് എന്ത് ചെയ്യും, ഡിമാൻഡ് പിക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ബയേഴ്സിനെ പിക്ക് ചെയ്തിട്ട് മുകളിലേക്ക് പോകും. നമ്മൾ സെയിം സ്റ്റോപ്പ് ലോസ് ലെവൽ തന്നെയാണ്, മോഡിഫിക്കേഷൻ ഒന്നും വരുത്തേണ്ട. ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ എൻട്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹാഫ് ക്വാണ്ടിറ്റിയിൽ എൻട്രി ചെയ്യാം, ബാക്കി ഈ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ എൻട്രി ചെയ്താൽ മതി. ഇപ്പോൾ കറക്റ്റ് ആവറേജ് ചെയ്യേണ്ട, അതല്ലാന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മൾ എൻട്രി ചെയ്യേണ്ട പ്ലേസിലേക്ക് ഈ ഒരു സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. ഫ്രഷ് എൻട്രി നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഈ ഒരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ടൊരു ക്യാൻഡിൽ ക്ലോസിങ് അല്ലെങ്കിൽ ടെക്നിക്കൽ അനാലിസിസ് പ്രോപ്പർലി വാച്ച് ചെയ്തതിന് ശേഷം മാത്രം എൻട്രി എടുക്കാം. എനിവേ നെക്സ്റ്റ് വീക്കിലേക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ വരുന്ന ഷോർട്ട് ടൈം പീരീഡിലേക്ക് ഒരു 1 to 3 months ഇടയിലൊക്കെ നല്ല രീതിയിൽ
10-20% മൂവ് തരാൻ സാധ്യതയുള്ള കുറച്ച് സ്റ്റോക്ക് നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് NFL, നാഷണൽ ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ്. നമ്മൾ ഈ ഒരു സെക്ടർ പിക്ക് ചെയ്യാനും ഈ സെക്ടറിൽ ഒരു ബ്രേക്ക് ഔട്ട് നടക്കുന്നുണ്ട്. എക്സ്റ്റേണലി ഈ ഒരു സെക്ടർ അത്യാവശ്യം ബുള്ളിഷ്നെസ്സും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയൊരു സ്ട്രക്ചർ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല രീതിയിൽ റിജക്റ്റ് ചെയ്തിരുന്ന ഒരു ഏരിയ ആണ് 110 എന്ന് പറയുന്നത്, 110, 111 എന്ന് പറയുന്നത്. അത് ബ്രേക്ക് ചെയ്തു. ആ ഒരു ലെവലിൽ തന്നെയാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കിവിടെ ഒരു റീടെസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഏരിയ ടെസ്റ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ നിൽക്കുന്ന 114 എന്ന് പറയുന്ന 114.9 എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് എൻ്റർ ചെയ്യാം. അതല്ലെങ്കിൽ അഗൈൻ ഒരു 110, 112 ലെവലിൽ എൻ്റർ ചെയ്യാം. നമ്മൾ സ്റ്റോപ്പ് ലോസ് ശരിക്കും സ്റ്റോപ്പ് ലോസ് നമ്മളൊരു 104ൻ്റെ താഴെയാണ് എങ്കിലും നമുക്കൊരു 105 കൺസിഡർ ചെയ്താൽ മതി. നമ്മളൊരു ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് 121 ഈ ഒരു ലെവലും, സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് 129 അല്ലെങ്കിൽ 130 എന്ന് പറയുന്ന ലെവൽസാണ് നമ്മൾ ടാർഗറ്റുകൾ വരുന്നത്. അപ്പോൾ ഇവിടെ പ്രോപ്പറായിട്ട് നമ്മൾ പൊസിഷൻ സൈസ് ചെയ്തിട്ട് മാത്രം ഇറങ്ങാം. എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും മാർക്കറ്റ് റിവേഴ്സ് ആവാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ നടക്കാം. എന്നിരുന്നാൽ പോലും നമ്മളിവിടെ റിസ്ക്കിലാണ് നമ്മൾ ഗെയിം അല്ലെങ്കിൽ ലോങ് റണ്ണിൽ നമ്മൾ സർവൈവ് ചെയ്യുന്നത്. അപ്പോൾ അത് കോംപ്രമൈസ് ചെയ്തിട്ടുള്ള ഒരു എൻട്രി പോകരുത്. പ്രോപ്പറായിട്ട് പൊസിഷൻ സൈസിങ് നടത്തിയതിന് ശേഷം മാത്രം ഈ ഒരു സ്റ്റോക്ക് കൺസിഡർ ചെയ്യാം. അതേപോലെ നെക്സ്റ്റ് വീക്കിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ആന്ധ്ര ഷുഗേഴ്സ് ലിമിറ്റഡ്. അത്യാവശ്യം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാലമായിട്ട് സ്റ്റോക്ക് ഒരു ഡൗൺ ട്രെൻഡ് സ്ട്രക്ചറിലാണ്. ഇപ്പോൾ ഒരു 2022 മുതലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് എന്ത് ചെയ്യുന്നില്ല, ഹൈ ക്രിയേറ്റ് ചെയ്യുന്നില്ല, ലോ ക്രിയേറ്റ് ചെയ്ത് താഴെ വരികയാണ്. ഇപ്പോൾ ഇതിന് ശേഷം ഇപ്പോൾ ഒരു സ്ട്രക്ചറൽ ബ്രേക്കൗട്ട് അല്ലെങ്കിൽ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൊക്കെ നടന്നിട്ട് എഗെയിൻ പ്രീവിയസ് ഹൈയിൽ വന്നിട്ട് റെസിസ്റ്റൻസ് എടുത്ത് നിൽക്കുകയാണ്. അപ്പം 127.8 അല്ലെങ്കിൽ 128 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിന് അബോവ് നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ആയിട്ട് 114 താഴെ സ്റ്റോപ്പ് കീപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിവിടെ ടാർഗറ്റ്സ് ആയിട്ട് 139, അതേപോലെ തന്നെ 147, 154. അപ്പോൾ ഈ ലെവലുകൾ എന്ന് പറഞ്ഞാൽ പ്രീവിയസ്ലി സ്റ്റോക്ക് റിയാക്ട് ചെയ്തിട്ടുള്ള ഏരിയകളാണ്. ഇതൊരു ട്രെൻഡ് റിവേഴ്സൽ എൻട്രിയാണ്. അപ്പോൾ നമ്മൾ പ്രോപ്പർ ബ്രേക്ക്ഔട്ട് എൻട്രി തന്നെയാണ് നോക്കുന്നത്, പക്ഷേ ട്രെൻഡ് കണ്ടിന്യൂഷൻ അല്ല, ട്രെൻഡ് റിവേഴ്സൽ എൻട്രിയാണ്. അപ്പോൾ ഓരോ സ്റ്റോക്കും അതിൻ്റേതായ സ്ട്രക്ചറിനനുസരിച്ച് വേണം നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ലെവൽസിലൊക്കെ മുമ്പ് പ്രൈസ് റിയാക്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ റിയാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ലെവലുകൾ നേരത്തെ പറഞ്ഞ ലെവലുകളിൽ മാത്രം എന്ത് ചെയ്യുക, ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് നമ്മളൊരു സ്റ്റോക്ക് നോക്കുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡ്. കൊച്ചിൻ ഷിപ്പ്യാർഡൊക്കെ നമ്മൾ വാച്ച് ലിസ്റ്റിൽ പലതവണ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മുമ്പൊക്കെ ഇവിടെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 940 ലെവലുകളിൽ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. 1360 അല്ലെങ്കിൽ 1400 അബോവ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സ്റ്റോക്ക് നിൽക്കുന്നത് 2000 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ 2100 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ടാണ്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ആ ഒരു ലെവലിൻ്റെ അബോവ് ജസ്റ്റ് പ്രൈസ് ബ്രേക്ക് ചെയ്തിട്ടേ ഉള്ളൂ. ഇപ്പോൾ പ്രോപ്പറായിട്ട് ഒരു എൻട്രി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 2172 ആണ്. അതല്ലെങ്കിൽ ഈ ബ്രേക്ക്ഔട്ട് ലെവൽ ഇപ്പോൾ 2120 എന്ന് പറയുന്ന ലെവൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ പ്രൈസിൽ തന്നെ എൻട്രി ചെയ്യാം. സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്യുന്നത് ഒരു അഗ്രസീവ് ട്രേഡിംഗ് പാറ്റേൺ ആണ് അല്ലെങ്കിൽ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ 1950 എന്ന് പറയുന്ന പ്രൈസിൽ നോക്കിയാൽ മതി SL എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് പ്രോപ്പറായിട്ട് ആ സ്വിങ് ലോ ഉണ്ടല്ലോ, തൊട്ട് മുന്നേ ഉണ്ടാക്കിയ സ്വിങ്ങിലോ അതിൻ്റെ താഴെ 1870, 76 എന്ന് പറയുന്ന പ്രൈസിൻ്റെ താഴെയാണ്. അപ്പോൾ നമുക്ക് 2300, 2450, 2600 ഈ ലെവലുകളാണ് നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റ് ആയിട്ട് വരുന്നത്. ഈ ഫസ്റ്റ് ടാർഗറ്റിൻ്റെയും സെക്കൻഡ് ടാർഗറ്റിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സേഫ് പ്ലേയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ബുക്ക് ചെയ്ത് മാറാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോപ്പറായിട്ട് ഇത് റൺ ചെയ്തിട്ട് ഈ ഒരു ട്രെൻഡ് റിവേഴ്സൽ സംഭവിക്കുന്നതുവരെ നമുക്ക് ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നമ്മൾ എൻട്രി കൺസിഡർ ചെയ്യേണ്ടത് ഇപ്പോൾ നിൽക്കുന്ന കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ കൺസിഡർ ചെയ്യാം. സ്റ്റോപ്പ് ലോസ് തന്നെ നമുക്ക് രണ്ട് മെത്തേഡിൽ പോവാം. പക്ഷേ ഒരു അഗ്രസീവ് ട്രേഡർ ആവണ്ട, നമുക്കൊരു സേഫ് ട്രേഡർ ആയാൽ മതി എന്നുള്ളൊരു താല്പര്യമുള്ള ഒരാളാണ് ഞാൻ അങ്ങനത്തെ ഒരു മെത്തേഡാണ് കീപ്പ് ചെയ്യുന്നത്. ജസ്റ്റ് ബിലോ SL ബ്രേക്ക്ഔട്ട് ക്യാൻഡിലല്ല, സ്വിംഗ് ലോയിൽ താഴെയാണ് ഫിക്സ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ വരുന്നൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് കയാ ലിമിറ്റഡ്. കയാ ലിമിറ്റഡിൽ അത്യാവശ്യം ഒരു ഡൗൺ ട്രെൻഡ് വന്നിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റോക്ക് ഒരു റെക്റ്റാങ്കിൾ പാറ്റേണിൽ, ഒരു ബെയറിഷ് റെക്റ്റാങ്കിൾ പാറ്റേണിലാണ് ട്രേഡ് നടന്നത്. അപ്പോൾ ആ പാറ്റേൺ ഒന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക്ഔട്ട് എന്ന് പറഞ്ഞാൽ വീക്കിലി ക്യാൻഡിലിൽ ബ്രേക്ക്ഔട്ട് സ്ട്രോങ് ബ്രേക്ക്ഔട്ടാണ്. ബ്രേക്ക്ഔട്ട് ലെവൽ എന്ന് പറയുന്നത് 400, 410 എന്ന് പറയുന്ന ലെവലാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ 410 അല്ലെങ്കിൽ 405 ഈ ഒരു ലെവലിലേക്കൊക്കെ 410 to 420 ലെവലിലേക്കൊക്കെ തിരിച്ച് വരുമ്പോൾ എൻട്രി ചെയ്യാണ്. പ്രോപ്പർ എൻട്രി എന്ന് പറയുന്നത് അവിടെയാണ്. നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 500, സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് 560. ഈ രണ്ട് ലെവൽസാണ് നമ്മുടെ ടാർഗറ്റ്. ഇനിയിപ്പോൾ നിൽക്കുന്ന മാർക്കറ്റ് പ്രൈസിൽ 448 എൻട്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
പൊസിഷൻ സൈസിങ്, റിസ്കിനനുസരിച്ച് മാത്രം ക്വാണ്ടിറ്റി എടുക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ആ ബ്രേക്ക്ഔട്ട് ലെവലിന് താഴെ, അതായത് 370 ആ ഒരു ലെവലിന് താഴെ ആയിരിക്കും നമ്മൾ സ്റ്റോപ്പ് ലോസ് വരിക. അപ്പോൾ 370 സ്റ്റോപ്പ് ലോസ് 400 410 ഇടയിൽ എൻ്റർ ചെയ്യാം, അല്ലെങ്കിൽ 440 തന്നെ എൻ്റർ ചെയ്യാം. ഫസ്റ്റ് ടാർഗറ്റ് ആണെന്നുണ്ടെങ്കിൽ 500 ലെവലായിരിക്കും, സെക്കൻഡ് ടാർഗറ്റ് 560. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ വരുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് KCL ആണ്. KCL ഏകദേശം നമ്മൾ മുമ്പ് ഇതേപോലെ എൻ്റർ ചെയ്ത് എക്സിറ്റ് ചെയ്തൊരു സ്റ്റോക്കാണ്. അപ്പോൾ KCL ആണ് നമ്മൾ നെക്സ്റ്റ് വാച്ച് ലിസ്റ്റിൽ വരുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഏകദേശം ബ്രേക്ക്ഔട്ട് നടന്നു, ഒരു റീടെസ്റ്റ് നടന്ന ഫീലാണ് നമുക്കുള്ളത്. അപ്പോൾ ഇപ്പോൾ ഉള്ള കറണ്ട് മാർക്കറ്റ് പ്രൈസ് ആയിട്ടുള്ള 940 എൻ്റർ ചെയ്യാം, അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഒരു 900 to 920 ഈ റേഞ്ചിൽ വരികയാണെന്നുണ്ടെങ്കിൽ ബൈ ചെയ്യാം. നമുക്കൊരു 860 താഴെയാണ് നമ്മൾ സ്റ്റോപ്പ് വരുന്നത്. ഫസ്റ്റ് ടാർഗറ്റ് നമ്മൾ പിക്ക് ചെയ്യുന്നത് 1000 1000 എബോവ് ആണ്. സെക്കൻഡ് ടാർഗറ്റ് വരുന്നത് 1060. നമുക്ക് അതിലേറെയൊക്കെ ചിലപ്പോൾ ഈ ഒരു സ്റ്റോക്ക് പെർഫോം ചെയ്ത് നമുക്ക് തരാൻ സാധ്യതയുണ്ട്. ഒന്ന് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സ്ട്രക്ചർ എന്ത് ചെയ്യണം, പുതിയൊരു ഹൈ മേക്ക് ചെയ്ത് എഗെയിൻ ഒരു റീടെസ്റ്റ് ഒക്കെ നടത്തിയിട്ട് ഇങ്ങനെയായിരിക്കാം ഇനി പാറ്റേൺ വരാൻ പോകുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ മൂവ്, ഈ ഒരു സ്റ്റോക്കിൻ്റെ മൂവ് ആ ഒരു പർട്ടിക്കുലർ രീതിയിലായിരിക്കാം. അപ്പോൾ നമ്മൾ സേഫായിട്ട് ഹോൾഡ് ചെയ്തൊക്കെ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിട്ടേൺസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത്രയാണ് നമ്മൾ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്കുകൾ. ഇനി ഫർദർ സ്റ്റോക്കുകൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് ടെലഗ്രാം ചാനലാണ്. അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇൻട്രാഡേ അവൈലബിൾ ആണ്, അതേപോലെ തന്നെ ഷോർട്ട് ടേമുള്ള സ്റ്റോക്സ് അവൈലബിൾ ആണ്, മാർക്കറ്റിൻ്റെ വ്യൂ, നമ്മുടേതായിട്ടുള്ള തന്നെ പേഴ്സണൽ ഫൈനാൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അതായത് ട്രേഡ് ടിപ്സ് ബൈ SMK എന്ന് പറയുന്ന ടെലഗ്രാം ചാനൽ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യാം. അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് എപ്പോഴും റിസ്കിൽ മാത്രം ഫോക്കസ് ചെയ്യുക, റിവാർഡിൽ മാത്രം ഫോക്കസ് ആവരുത്. അതായത് ഫിഗർ ഓറിയൻറ്റഡ് ഒന്നായിട്ട് ട്രേഡിങ്ങിലേക്ക് കടന്നു വരരുത്. ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഈ ഒരു പ്രോസസ്സ് ലേൺ ചെയ്യുന്നതിലേക്ക് നിങ്ങൾ പഠിക്കുക. അതായത് എവിടെ ഒരു സ്റ്റോക്കിൽ എൻട്രി ചെയ്യണം, എക്സിറ്റ് ചെയ്യണം, അതേപോലെ തന്നെ പ്രൈസ് ആക്ഷൻ പഠിക്കുക, ടെക്നിക്കൽ അനാലിസിൻ്റെ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം പഠിക്കണം എന്നില്ല. നമുക്കൊരു പർട്ടിക്കുലർ സ്റ്റോക്കിനെ റീഡ് ചെയ്യാൻ വേണ്ടിയുള്ള നോളജ് നിങ്ങൾക്ക് വേണം. അതേപോലെ തന്നെ റിസ്ക്കും പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണം. എനിവേ, താങ്ക് യു.